യു പ്രതിഭ 2 തവണ MLA ആയിരുന്നു. അതും കായംകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ 2016-ലും 2021-ലും അവർ MLA ആയിട്ട് വിജയിച്ചതാണ്. അവരുടെ കഴിവും അവരുടെ വ്യക്തിത്വവും മെറിറ്റും തന്നെയാണ് അതിനകത്ത് പ്രകടമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾ ആ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത ജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് നടത്തിയ പരാമർശം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ അഴക് കൊണ്ടും വാക്ചാതുരി കൊണ്ടുമാണ് സ്ഥാനമാനങ്ങൾ നേടുന്നത്, ഇലക്ഷൻ നേടുന്നതെന്ന് പറയുമ്പോൾ എത്രയോ സ്ത്രീവിരുദ്ധമായൊരു പരാമർശമാണ്. ഒരാൾ വെളുത്തിരിക്കുക, കാണാൻ അല്പം സൗന്ദര്യം ഉണ്ടായിരിക്കുക, ഇതൊക്കെ എന്തും പറയാനുള്ളൊരു മാനദണ്ഡമാണ് എന്നുള്ള രീതിയിലേക്ക് എടുക്കുകയാണ്. നമസ്കാരം. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവായ ഇർഷാദ് ഒരു ഗുരുതര സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ UDF മണ്ഡലം കൺവീനർ കൂടിയാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം പിന്നെ മാപ്പ് പറഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എങ്കിൽ പോലും യു പ്രതിഭയെ നമുക്കറിയാം, ഇൻ കേസ് പിണറായി സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്ന മന്ത്രിസഭയിൽ കൂടി വരാൻ ഒക്കെ ചാൻസ് ഉള്ളൊരു നേതാവാണ്. സ്ത്രീ എന്ന നിലയിലല്ല അവർക്ക് ആ പ്രിവിലേജ്, മെറിറ്റാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഈ പരാമർശം, നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ UDFൻ്റെ സ്ത്രീപക്ഷ പാർട്ടി എന്നൊക്കെ പറയുമെങ്കിലും ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയമായി എതിരാളിയെ നേരിടാതെ ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ പോലും ബാധിക്കുന്ന തരത്തിലുള്ളതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ സത്യത്തിൽ? അല്ല, അവിടെ ഒരു പ്രശ്നം തോമസ്, ഈ യു പ്രതിഭ 2 തവണ MLA ആയിരുന്നു. അതും കായംകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ 2016-ലും 2021-ലും അവർ MLA ആയിട്ട് വിജയിച്ചതാണ്. ഒരു മണ്ഡലത്തിൽ നിന്നൊരു സ്വാഭാവികമായ ഒരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ആ ജനങ്ങളുടെ ഒരു അംഗീകാരമാണല്ലോ, അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതും 2 വട്ടമാണ്. അതിനു മുമ്പ് അവർ 2010 മുതൽ 2015 വരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും തൻ്റെ കഴിവുകൾ കൊണ്ട്, രാഷ്ട്രീയമായ നിലപാടുകൾ കൊണ്ടും പ്രവർത്തന രംഗത്തെ മികവ് കൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ഒരു ലേഡിയെ കായംകുളം പോലുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ നിന്നും MLA ആയിട്ട് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നു, വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അവരുടെ കഴിവും അവരുടെ വ്യക്തിത്വവും മെറിറ്റും തന്നെയാണ് അതിനകത്ത് പ്രകടമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾ ആ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത ജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് നടത്തിയ പരാമർശം എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൻ്റെ അഴക് കൊണ്ടും വാക്ചാതുരി കൊണ്ടുമാണ് സ്ഥാനമാനങ്ങൾ നേടുന്നത്, ഇലക്ഷൻ നേടുന്നതെന്ന് പറയുമ്പോൾ എത്രയോ സ്ത്രീവിരുദ്ധമായൊരു പരാമർശമാണ്. ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, പൊതുവിൽ സ്ത്രീകളെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണത്. അവിടെയാണത് പ്രശ്നം. യു പ്രതിഭ MLAക്കെതിരെ നടത്തിയ ഒരു വ്യക്തിഹത്യ എന്നതുപോലെ തന്നെ ഒരുപക്ഷെ അതിലുപരിയായിട്ട് അത് കാണേണ്ടത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ പൊതുസമൂഹത്തിലേക്ക്, പൊതുമണ്ഡലത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവരെ ഏത് രീതിയിലും അവഹേളിച്ച് അപഹസിച്ച്, അതുകൊണ്ടാണ് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കൂടുതലായിട്ട് കടന്നു വരാൻ പറ്റാതിരിക്കുന്നത്. ഒരു പുരുഷൻ വരുമ്പോൾ ആ പുരുഷനെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നത് പോലെ അല്ല ഒരു സ്ത്രീക്കെതിരെ ഉന്നയിക്കുന്നത്. സ്ത്രീയെ അവഹേളിക്കുമ്പോൾ അവൾ പൊതുസമൂഹം ഉടനെ വിലയിരുത്തുന്ന എന്തെങ്കിലുമൊക്കെ കാണും. അതങ്ങനെ ആരും പറയില്ല. ഒരു തീയില്ലാതെ പുകയുണ്ടാവണം എങ്ങനെയാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള. അപ്പോൾ ഒരു ശരീരഭാഷ, ഒരാൾ വെളുത്തിരിക്കുക, കാണാൻ അല്പം സൗന്ദര്യം ഉണ്ടായിരിക്കുക, ഇതൊക്കെ എന്തും പറയാനുള്ളൊരു മാനദണ്ഡമാണ് എന്നുള്ള രീതിയിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മാപ്പ് പറയുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ മാപ്പ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ആ ഘടകകക്ഷികളും ലിജു ആണ് അവിടെ യു പ്രതിഭയ്ക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ആ ലിജുവിനെ പോലെ ഒരു സ്ഥാനാർത്ഥി ഒരു തരത്തിലും നമ്മൾ പല ചാനൽ ചർച്ചകളിൽ പല രീതികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇടപഴകിയിട്ടുണ്ട്, ഞാനും ഇടപഴകിയിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലുള്ളൊരു പെരുമാറ്റമോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഈ ഉണ്ടാകുന്ന ഒരാളല്ല. പക്ഷെ അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ കോട്ടം തട്ടും. ജനങ്ങളെയാണ് അവിടെ അധിക്ഷേപിക്കുന്നത്. ഇത് 3 തവണ ഇലക്റ്റഡ് പ്രതിനിധിയാണ് അവർ. ജില്ലാ പഞ്ചായത്തിലേക്കും 2 തവണ അസംബ്ലിയിലേക്കും അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളെ അല്ലേ. അപ്പം ജനങ്ങൾ അവരുടെ ശരീരത്തിൻ്റെ അഴകളവുകൾ നോക്കി
കൊള്ളാം, ആ രീതിയിൽ വിലയിരുത്തി വോട്ട് ചെയ്തെന്നല്ലേ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അവിടുത്തെ വോട്ടർമാരെയാണ് സത്യത്തിൽ വോട്ടർമാരെ അപമാനിക്കുകയാണ് ഇത്, ശുദ്ധ മര്യാദകേടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ UDFൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പലപ്പോഴും അവൾക്കൊപ്പമാണ്, സ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും അവർ ചെയ്യുന്നത് മുഴുവൻ ഇൻഡയറക്റ്റ്ലി അവർ ഇത്തരത്തിലുള്ള ഈ ആളുകളെ സഹായിക്കുന്ന രീതിയിലുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞെട്ടിപ്പിക്കുന്ന പരാമർശമാണ് ഈ നടിയെ ആക്രമിച്ച കേസിൽ അടൂർ പ്രകാശിനെ പോലെ ഒരു MP പറഞ്ഞത് ഇല്ലേ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതിയിലേക്ക്, ഒരു ചിട്ടവട്ടത്തിലേക്കൊരു രീതിയിലേക്ക് അത് മാറിപ്പോവുകയാണ്. അതാണ് ഇവരുടെ ഉള്ളിൽ നിന്ന് ഇത് വരുന്നത്. PK ശശി പോലെ ഒരാളെ മത്സരിപ്പിക്കുന്നുണ്ട്, PK ശശിയെ പോലുള്ള ഒരാളെ മത്സരിപ്പിക്കുന്നു. അതുപോലുള്ള പല കാര്യങ്ങളും എടുക്കുമ്പോൾ പറയുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഇപ്പോൾ ഇത്തരത്തിലൊരു പരാമർശം നടത്താൻ എന്താണ് അതിൻ്റെ ഒരു സാങ്കത്യം എന്ന് നമ്മൾ ആലോചിക്കൂ. പ്രതിഭ എന്ന് പറയുന്ന MLAയുടെ കാര്യത്തിൽ അവരുടെ പ്രവർത്തനത്തെ ഇപ്പോൾ തോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3ാം വട്ടം ഒരു LDF മന്ത്രിസഭ ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും അവർ വിജയിക്കുകയാണെങ്കിൽ അവരുടെ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളൊരു ഘട്ടത്തിൽ പൊതുവിൽ സ്ത്രീ സമൂഹത്തെ അങ്ങനെ അത് ഏത് രംഗത്തേക്ക് കടന്നു വരുമ്പോഴും അതാണ് പ്രശ്നം. സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അവർ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും അതിലല്പം അവർ ഒരു കാണാനും കൂടെയൊക്കെ ഒരു ഭേദമാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഉടനെ തന്നെ ഈ നിന്ദിക്കുന്ന രീതിയിലുള്ള, അപഹസിക്കുന്ന രീതിയിലുള്ള പരാമർശത്തിലേക്ക് പോവുകയാണ്. സത്യത്തിൽ അവരുടെ മെറിറ്റിനെയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. തീർച്ചയായിട്ടും ആ മെറിറ്റിനെ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല, ഒരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കുന്നില്ല. അപൂർവം ചില സ്ത്രീകളാണ്. എല്ലാ സ്ത്രീകളും ഇന്ദിരാഗാന്ധിയെ പോലെ KR ഗൗരിയമ്മയെ പോലെയോ അതുപോലൊരു തലത്തിൽ നിൽക്കുന്ന ആളുകളും ധൈര്യവും ചങ്കൂറ്റവും എല്ലാം ഉള്ളവരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സ്ത്രീകൾ കടന്നു വരേണ്ടതുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഭേദഗതി എന്ന നിയമത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ 1/3 33% സ്ത്രീകൾക്ക് സംവരണം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാന അസംബ്ലിയുടെ സംഖ്യ 210 ഉയരും. 1/3 എന്ന് പറയുമ്പോൾ 70 പേര് അവിടെ സ്ത്രീകളായിട്ട് വരെയാണ്. അപ്പോൾ ആ ഒരു വശത്തുകൂടി അത്തരത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉയർത്താനും സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത്. അവരെ അടുക്കളയിലേക്ക് തന്നെ തള്ളിവിട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ തന്നെ ഒതുങ്ങി കഴിയേണ്ടവരാണ് എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ പൊതുപ്രശ്നങ്ങൾ ഉയർന്നു വരില്ല. അത് ഉയർന്നു വരുന്നതിന് വേണ്ടിയാണ് ഇപ്പം പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും നമ്മൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ ഒന്നും കാണാതെ ഇത്രമാത്രം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും ഇത്രയും വില കുറഞ്ഞ, ഇത്ര നിന്ദ്യമായ ഒരു രീതിയിലേക്ക്, അപഹസിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു പാർട്ടിയുടെ, ഒരു മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ UDFൻ്റെ കൺവീനർ കൂടിയാണ് ആൾ പോവുക എന്ന് പറയുന്നത് എത്രയും തരം താഴുന്നൊരു കാര്യമാണ്. എന്നിട്ട് അത് നിക്കക്കള്ളിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുക. എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന തന്നെയാണ് പ്രതിഭ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന് തീർച്ചയായിട്ടും അവർ നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോകണം. അതങ്ങനെ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമല്ല. അവരുടെ ശരീരത്തിൻ്റെ വടിവുകൾ കൊണ്ടാണ് അവർ ജയിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുന്ന ആളെ എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് നിന്ദ്യമായൊരു പരാമർശമാണ്. ഒരുതരം വെർബൽ റേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും വെർബൽ റേപ്പ് എന്നുള്ള രീതിയിൽ തന്നെയല്ല അവിടെ ആ പ്രയോഗം നടത്തിയിരിക്കുന്നത്. അതിനെ ഏതറ്റം വരെയും ആ MLA നേരിടണം. നിയമത്തിൻ്റെ ഏത് വഴികളും ഏതറ്റം വരെ മാപ്പ് പറഞ്ഞത് നമുക്കറിയാം. എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞു നമുക്ക് മനസ്സിലായി. കാരണം തെരഞ്ഞെടുപ്പ് നിൽക്കുന്നു, ഈ ഒരു വിഷയം കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവുന്നതുകൊണ്ട് ഉടനെ തന്നെ മാപ്പ് പറഞ്ഞു. അപ്പോൾ വാക്കും പഴയ ചാക്കും എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യം പറയുക, ഒരേ സമയം ഞങ്ങൾ അവൾക്കൊപ്പമാണ് എന്ന് പറയുക, എന്നിട്ട് വേട്ടക്കാരനൊപ്പം കൂടി പോകുന്നൊരു നിലപാട് ശരിയാവില്ല. അത് ഈ UDF നേതാക്കന്മാരുടെ പക്ഷത്തു നിന്ന് പലപ്പോഴും അത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാണ് അടൂർ പ്രകാശിൻ്റെ കേസ്. പല കേസുകളിലും അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും രീതിയിൽ സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ അടിച്ചൊതുക്കി, അവരെ വ്യക്തിഹത്യ ചെയ്ത് അവരെ തകർക്കുന്ന രീതിയിലേക്ക് പോകുന്നൊരു പ്രവണത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ പ്രതിഭ MLAയുടെ കാര്യത്തിൽ പറയുന്നത് അവർക്ക് നിയമപരമായി നേരിടുന്നതിനുള്ള അവസരങ്ങൾ കൂടുതലുണ്ട്. സാധാരണക്കാരിയായ ഒരു ലേഡിയല്ല അവരൊരു MLA ആണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അവർക്ക് ധൈര്യപൂർവ്വം, അവർക്ക് പിന്തുണയുണ്ട്. അതുകൊണ്ട് ധൈര്യപൂർവ്വം ഏത് നിയമത്തിൻ്റെ മുമ്പിലേക്ക് അവർക്ക് പോകാൻ കഴിയും. പക്ഷെ സാധാരണയായ ഒരു സ്ത്രീയാണെങ്കിൽ അത് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്രതിഭ MLAയോട് അഭ്യർത്ഥിക്കുന്നു, ഒരു കാരണവശാലും അതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. മാപ്പ് എന്ന് പറയുന്ന വാക്കവിടെ പരിഗണിച്ചുകൊണ്ട്
നിയമ നടപടികൾ കർക്കശമായി മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നെതിർക്കാൻ കഴിയണം. സ്ത്രീ സമൂഹത്തെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ, പൊതുവേദികളിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു ഗൂഢ പദ്ധതിയുടെ കൂടി ഭാഗമാണ് ഈ പരസ്യ പ്രസ്താവനകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് യാദൃശ്ചികമായ വാക്ക് കയ്യിൽ നിന്ന് വീണതാണെന്ന് തോന്നാം. അങ്ങനെയല്ല. ഒരു പൊതുപ്രവർത്തകൻ പറയുമ്പോൾ അങ്ങനെയല്ല, യാദൃശ്ചികതയല്ല. ആ യാദൃശ്ചികത ഒരു തവണയാണെങ്കിൽ യാദൃശ്ചികമാണെന്ന് പറയാം. പക്ഷെ പല തവണകളിലും പല കാര്യങ്ങളിലും നമ്മളിത് കാണുകയാണ്. അപ്പോൾ അത് യാദൃശ്ചികതയല്ല. ആ യാദൃശ്ചികത എന്ന് പറയുന്ന ഒരു പൊതുവായൊരു പല യാദൃശ്ചികതകൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കളിയാക്കാറുണ്ടല്ലോ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അത് സ്ത്രീ സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നതാണ്, കായംകുളത്തെ വോട്ടർമാരെ അപമാനിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെതിരെ ഏതറ്റം വരെയുള്ള നിയമ നടപടികളിലേക്കും പോകണം എന്നാണ് ഈ യു പ്രതിഭയെ പോലെയുള്ള ഒരു MLA നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിഷയം മണ്ഡലത്തിലെ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ എന്നല്ല, പൊതുവായ UDFന്റെ സാധ്യതകളെ, ഈ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മറ്റ് നിലപാടുകളും തീരുമാനങ്ങളും എല്ലാം PK ശശിയുടെ അടക്കം UDFന്റെ മൊത്തത്തിലുള്ള സാധ്യതകളെ ഏതെങ്കിലും തലത്തിൽ ബാധിക്കും? അല്ലെങ്കിൽ വോട്ടർമാരുടെ ചിന്ത, തീരുമാനങ്ങളെ? തീർച്ചയായിട്ടും അത് സ്വാധീനിക്കപ്പെടുന്ന ഒരു ഘടകം തന്നെ ആയിരിക്കും. അതിലൊരു അങ്ങനെ സ്വാധീനിക്കപ്പെടും എന്നുള്ള പേടി കൊണ്ടാണല്ലോ അപ്പം തന്നെ എനിക്ക് മാപ്പ് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല. അങ്ങനെയൊന്നുമല്ല. നമ്മൾ വ്യക്തമായി കേൾക്കുന്ന കാര്യമാണത്. വ്യക്തമായി കേൾക്കുന്ന കാര്യത്തെ പോലും വക്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാവരും കേട്ട കാര്യമാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഒരുപക്ഷെ കുറവായിരിക്കും. ചെറിയൊരു വിഭാഗമാണെങ്കിലും ഉണ്ടാവും. ചെറിയൊരു വിഭാഗമാണെങ്കിലും ഉണ്ടാവും. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇലക്ട്രൽ ഒരു പാറ്റേണിൽ, ഒരു പ്രോസസ്സിൽ നമ്മൾ കാണുന്നത് എന്താ? ചെറിയൊരു ശതമാനത്തിൻ്റെ തീരുമാനങ്ങൾ പോലും ഒരു വോട്ടെടുപ്പിന് ഇപ്പോൾ ഇതിനെ ബാധിക്കുന്നൊരു സ്ഥിതിയിലേക്ക് വരും, അതിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്നൊരു സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ട് ഈ വിഷയം തീർച്ചയായിട്ടും കേരളത്തിൽ ചർച്ചയാവുന്നൊരു കാര്യം കൂടിയാണ്. കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും അതൊരു വിഷയമായി പരിണമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് പറയാനില്ല.